ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എനിക്കിന്ന് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ നമുക്കൊന്ന് ചെമ്മീൻ റോസ്റ്റ് ചെയ്താലോ. നമുക്ക് ഒരുമിച്ച് റോസ്റ്റ് ചെയ്യാം. ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ, കടുക്, കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അതിലേക്ക് നമുക്ക് കുനുകുനാ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവാള എടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ബ്രൗണിഷ് കളർ കിട്ടുന്നിടം വരെ നമുക്ക് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് പെട്ടെന്നൊന്ന് വാടാൻ വേണ്ടി നമുക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ആക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറൊരു ജോലി ചെയ്യാനുണ്ട്. തക്കാളി, ജിഞ്ചർ ഗാർലിക് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കുക. ആ അരച്ചെടുത്ത ജിഞ്ചർ ഗാർലിക് തക്കാളി പേസ്റ്റ് നമുക്ക് നമ്മുടെ നേരത്തെ ചട്ടിയിൽ കിടക്കുന്ന നമ്മുടെ സവാളയുടെ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു പച്ചമണം മാറുന്നിടം വരെ നമുക്കത് മിക്സ് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ അതിലേക്ക് പെട്ടെന്നൊന്ന് പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം ആ ഒരു സ്മെല്ലൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് ബാക്കി പൗഡേഴ്സിനകത്ത് ആഡ് ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക്. ഞാനിവിടെ പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ല, അപ്പോൾ അതിനനുസരിച്ച് ഞാൻ കുരുമുളക് കുറച്ച് കൂട്ടിയിടുന്നുണ്ട്. പിന്നെ അവരവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയായാലും കുരുമുളകായാലും ആഡ് ചെയ്ത് കൊടുക്കുക. മുളക് പൊടി, കുരുമുളക് ഇതെല്ലാം ആഡ് ചെയ്ത് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് എണ്ണ ഇപ്പോൾ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു പൊടികളുടെയൊക്കെ പച്ച സ്മെല്ല് മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാൻ. അതുപോലെ അടുക്കി പിടിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. അതിലേക്ക് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ കാഷ്യൂനട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് എല്ലാ ചെമ്മീനിലും അരപ്പ് വെട്ടുന്നിടം വരെ മിക്സ് ചെയ്യാം. അതിലേക്ക് ഫ്യൂ ഡ്രോപ്സ് ഓഫ് സോയാ സോസും അതുപോലെ ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ടേസ്റ്റിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തത്തിപ്പൊത്തി വെച്ച് അന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കുക. ഒരു 10 മിനിറ്റ്സ് വേവിച്ച് 5 to 10 മിനിറ്റ്സ് വേവിക്കുക. ലോ ഫ്ലെയിമിലാണ് വേവിക്കേണ്ടത്. അതിനുശേഷം തുറന്ന് ഇടയ്ക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ പ്രോൺ റോസ്റ്റ് റെഡി.